ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വർഷത്തെ CGL-ൽ എനിക്ക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഭയങ്കര പാടായിരുന്നു. നല്ല കടുകട്ടി വേർഡ്സൊക്കെ ആയിരുന്നു. ഞാൻ റീഡിങ് ഡെയിലി ബേസിസ് ചെയ്യുന്നുണ്ട്. തുടക്കമായതുകൊണ്ട് നോവൽസാണ് വായിക്കുന്നത്. ബട്ട് ന്യൂസ് പേപ്പറിലോട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാകാതെ വരുന്നു, എസ്പെഷ്യലി ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ. സോ റീഡിങ് സെറ്റാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോറിയേക്കാളും SSC ഇങ്ങനെയുള്ള ന്യൂസ് ബേസ്ഡാണ് ചോദിക്കുന്നത് തോന്നി. അപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇപ്പം നമ്മൾ 10 ലെവലുള്ള കുട്ടികൾ വായിക്കുന്ന സ്റ്റോറീസൊക്കെ വായിക്കുന്നത് ആ സമയത്ത് വായിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അത് ഒരു മാസം അല്ലെങ്കിൽ 1 മാസം വായിച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറിലോട്ട് വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെ വായിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ, ഇപ്പോൾ ഹിന്ദുവേ കയ്യിലുള്ളൂ എന്നല്ലല്ലോ. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളത് എഡിറ്റോറിയലല്ല വായിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അത് വായിക്കുക, നിങ്ങൾക്ക് ലോക്കൽ കാര്യങ്ങളാണ് ഇഷ്ടമെങ്കിൽ അത് വായിക്കുക, ഇന്ത്യയെ പറ്റിയുള്ള കാര്യങ്ങളാണ് അത് വായിക്കുക. അപ്പോൾ അതൊരു അരമണിക്കൂർ ഫോണിൽ ടൈമർ ഇട്ടതിന് ശേഷം അത് വായിക്കുക. വായിക്കുമ്പോൾ കടുകട്ടി വേർഡ്സ് അത്ര കടുകട്ടി വരാൻ ചാൻസ് ഇല്ല. ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത്ര കടുകട്ടി വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള വാക്കുകൾ വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. ഇപ്പോൾ പഴയ പോലല്ല, പഴയ പോലെ ഡിക്ഷണറി ഇരുന്ന് ഓരോ വേർഡ്സ് വെച്ച് നോക്കി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്ന വേർഡ്സ് എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് അതിനെ കണക്ട് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ അർത്ഥം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണ്, എന്തിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഡെയിലി ചെയ്യണം. ഡെയിലി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങളുടെ കാൽക്കുലേഷൻ എക്സസൈസ് പ്ലസ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സെക്ഷണൽ ടെസ്റ്റുകൾ, നമ്മുടെ ഗ്രൂപ്പിലിടുന്ന സെക്ഷണൽ ടെസ്റ്റുകളിലൂടെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യിക്കോളും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ എക്സാമുമായിട്ട് സെറ്റ് ആയിക്കോളും. കോമ്പിനേഷനൊക്കെ അവിടെ നമ്മൾ സെക്ഷനിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ടാർഗറ്റ് അനുസരിച്ച് പോകുന്ന സമയത്ത് ലോങ് ടൈമിൽ എന്താവും, നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴേ ആ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കാൻ നമുക്ക് കുറച്ചുകൂടി താല്പര്യം വരും. അതുകൊണ്ടാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ പതിയെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പേപ്പർ ഈ ഫോൺ നോക്കാതെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സെയിം വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് തോന്നും. അതായത് ഇങ്ങനത്തുള്ള ജനറൽ വേർഡ്സുകളായിരിക്കും കൂടുതൽ നമുക്ക് എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റോറിയലോട്ടൊക്കെ മാറാം. അപ്പോഴും ഈ സമയം 30 മിനിറ്റ് നിങ്ങൾ വായിച്ചിരിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ 30 മിനിറ്റിൽ ആദ്യം വായിക്കുന്ന അത്രയും വോളിയമല്ല ഇപ്പോൾ വായിക്കുന്നത്. 30 മിനിറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കോമ്പ്രിഹെൻഷൻ സ്കിൽ എന്ത് ചെയ്യാണ്, കൂടുതലാണെന്നാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ കോമ്പ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് അവിടെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. അതേ ഉള്ളൂ വഴി.